बिहारी जय राधा माधव कुंज बिहारी जय गोपी जनवल्लभ गिरिवरधारी जय गोपी जनवल्लभ गिरिवरधारी यशोदानंदन व्रज जनरंजन व्रज जनरंजन यमुना तीरावन यमुना तीरावन जय राधा माधव कुंज बिहारी कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे जय राधा माधव राधा कुंज बिहारी राधा कुंज बिहारी राधे जय जय प्रभुपाद प्रभुपाद जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव राधा माधव की प्रभुपाद की जय ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രോ. ഹരേ കൃഷ്ണ. കേൾക്കാം ബ്രോ, കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായം 34-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാതാൻ സഗഗണ ലളിതാ ശ്രീക്ഷാഗാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ
गोपेश गोपिकान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओ विष्णुपादाय कृष्णाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण श्रीमद् भागवतम ഒന്നാമത്തെ സ്കന്ധം രണ്ടാം അധ്യായം 34ാമത്തെ ശ്ലോകം ഭാവയത്വേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവത്തിരഞ്ജാ നരാദിഷു ഭാവയത്വേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവത്തിരഞ്ജാദിഷു. വാക്കിന്റെ അർത്ഥം ഭാവയതി സംരക്ഷിക്കുന്നു, ഏവ ഇവയെല്ലാം, സത്വേന സത്വഗുണത്തിൽ, ലോകേൻ പ്രപഞ്ചം മുഴുവൻ, വൈ സാമാന്യമായി, ലോകഭാവന സർവപ്രപഞ്ചത്തിന്റെയും അധികാരി യജമാനൻ, ലീല ലീലകൾ, അവതാര അവതാരം, അനുരഥ പാത്രധർമ്മം കൈക്കൊള്ളുക, ദേവ ദേവന്മാർ, തിരങ് നീചമൃഗങ്ങൾ, നരാദിഷു മനുഷ്യർ മുതലായവയിൽ. വിവർത്തനം അപ്രകാരം സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഭാവാർത്ഥം: അസംഖ്യം ഭൗതിക പ്രപഞ്ചങ്ങളിൽ ഓരോന്നിലും അസംഖ്യം ഗ്രഹങ്ങളാണ്. ഓരോ ഗ്രഹത്തിലും വ്യത്യസ്തങ്ങളായ ജീവവർഗങ്ങൾ വിഭിന്ന ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ നിവസിക്കുന്നു. ഭഗവാൻ വിഷ്ണു സ്വയം അവയിൽ ഓരോന്നിലും മാത്രമല്ല, ഓരോ തരം ജീവവർഗത്തിലും അവതരിക്കുന്നു. അവയിൽ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ആഗ്രഹം വളർത്തുന്നതിനായി തന്റെ അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അതീന്ദ്രിയ പദവി ഒരിക്കലും വ്യത്യാസപ്പെടുത്താതെയും അതേസമയം പ്രത്യേക സ്ഥലകാല പരിസ്ഥിതി സമൂഹത്തിനനുസരിച്ച് വ്യത്യസ്തമായും അവതരിക്കുന്നു. അദ്ദേഹം സ്വയമായോ അല്ലെങ്കിൽ തനിക്കായി പ്രവർത്തിക്കാനായി ഒരു ജീവാത്മാവിനെയോ അധികാരപ്പെടുത്തുന്നു. ഏത് വിധത്തിലായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കൾ സ്വധാമത്തിലേക്ക് മടങ്ങി വരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. ജീവസത്തകൾ അതിലായി അഭിലാഷിക്കുന്ന ആനന്ദം അസംഖ്യം പ്രപഞ്ചത്തിലെ ഏതെങ്കിലും മൂലയിലോ ഭൗതിക ഗ്രഹത്തിലോ കണ്ടെത്താൻ സാധ്യമല്ല. ജീവാത്മാക്കൾ ആഗ്രഹിക്കുന്ന ശാശ്വതാനന്ദം ഭഗവത് ധാമത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ വിസ്മൃതാവസ്ഥയിലുള്ള ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനരാകയാൽ ഭഗവത് രാജ്യത്തെക്കുറിച്ചുള്ള യാതൊരു അറിവും അവർക്കില്ല. ആകയാൽ ഭഗവത് ധാമത്തെ സംബന്ധിച്ച ജ്ഞാനം പ്രദാനം ചെയ്യാൻ ഭഗവാൻ സ്വയം അവതരിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ വിശ്വാസയോഗ്യരായ ആത്മീയ പ്രതിനിധിയെ അയക്കുകയോ ചെയ്യുന്നു. അത്തരം അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവത് പുത്രർ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഉതകുന്ന പ്രചാരണം മാനവ സമുദായത്തിൽ മാത്രമല്ല, എല്ലാവിധ സമൂഹങ്ങളിലും ദേവന്മാരുടെ ഇടയിലും മനുഷ്യേതര ജീവജാലങ്ങളിലും തുടരുന്നു. ഓം തത്സത്. ദിവ്യത്വവും ദിവ്യസേവനവും എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിന്റെ 2ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണങ്ങൾ ഇപ്രകാരം സമാപിക്കും. ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി ഓ ശ്രീമദായ കൃഷ്ണ കൃഷ്ണായ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि हरे कृष्ण 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 हरे 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 राम 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 हरे ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നിവിടെ ഒരു പൂജാരിയേ ഉള്ളൂ, അതുകൊണ്ട് ആരതി കുറച്ച് ലേറ്റായി പോയി. ദയവായി എല്ലാ ഭക്തജനങ്ങളും ക്ഷമിക്കുക. നമുക്കിതൊന്ന് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇത് ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിന്റെ അവസാന ശ്ലോകമാണ്. ഇത് ഒരാളുടെ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ അദ്ദേഹത്തിന്റെ അവസാന ശ്ലോകം വിവർത്തനം അപ്രകാരം സർവ്വ പ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യന്മാരും നീച മൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഈ ശ്ലോകം കുറിക്കുന്നത് ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ചാണ്. ഭഗവാൻ എത്രത്തോളം കാരുണ്യവാനാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇതില് ഭഗവാൻ ഭഗവത്ഗീതയില് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ജീവാത്മാക്കളെല്ലാം എന്റെ അംശമാണ്. അമേയ അംശ ജീവഭൂത സനാതൻ. അതായത് ഭഗവാന്റെ അംശമാണ് എല്ലാം. അതായത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളായിക്കോട്ടെ, ദേവീ ദേവന്മാരായിക്കോട്ടെ, എല്ലാവരും ഭൂതപ്രേത വിശാസികൾ എല്ലാം തന്നെ ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഭഗവാൻ അവരുടെ ആരടുത്തും തന്നെ പാർഷ്യാലിറ്റി ഇല്ല, പ്രത്യേകതയില്ല. പക്ഷെ ഭഗവാൻ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ജീവാത്മാവിനെയും അവരുടെ സ്വന്തം ധാമമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഭൗതിക ലോകം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ദുഃഖങ്ങൾ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. പരമമായ ആനന്ദം ഒരിക്കലും ഇവിടെ കിട്ടില്ല. അത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാരുണ്യവാനാണ്. അത് എങ്ങനെ, ഏതൊക്കെ രീതിയിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായി ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേക. ഭഗവാൻ യുഗങ്ങൾ തോറും സാധുക്കളെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും ദുഷ്കൃതികളെ നിഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടിയും ഭഗവാൻ അവതാരം എടുത്തുകൊണ്ടിരിക്കും, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടി. അപ്പൊ അങ്ങനെ ഭഗവാൻ ഓരോ അവതാരത്തിലും ഭഗവാന്റെ അവതാരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ദശാവതാരം നോക്കുകയാണെങ്കിൽ ഭഗവാൻ മത്സ്യം ആയിട്ട് അവതരിച്ചിട്ടുണ്ട്, കൂർമ്മമായിട്ട് അവതരിച്ചിട്ടുണ്ട്, വരാഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുണ്ട്, നരസിംഹസ്വാമിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ ദശാവതാരങ്ങളിൽ ഈ ആദ്യത്തെ ഈ 4 അവതാരങ്ങള് ഒന്നീ ദേവന്മാരുടെ രൂപത്തിലല്ല, മൃഗങ്ങളുടെ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ ബാക്കി വരുന്ന അവതാരങ്ങള് ഭഗവാൻ അല്ലാത്ത രീതിയിൽ അവതരിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ഏത് രീതിയിലും എല്ലാ ജീവാത്മാക്കൾക്കും ഈക്വൽ ആണെന്നുള്ളത്. ഞാൻ ശ്രീല പ്രഭുപാദിന്റെ ഒരു ലെക്ചർ ഈ സെയിം ക്ലാസ്സിനെ കുറിച്ച് കേട്ടു. അപ്പൊ അതിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഭഗവാൻ ആമയുടെ രൂപത്തിൽ അവതരിക്കാൻ തന്നെ ഒരു കാരണം ആ വർഗത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അദ്ദേഹത്തിന്റെ സേവനത്തിലോട്ട് ഉൾപ്പെടുത്തുവാനും അവരവിടെ നിന്ന് ഉദ്ധരിക്കുവാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ രീതിയിൽ അവതാരം എടുത്തിട്ടുള്ളത്. ഇപ്പൊ നരസിംഹസ്വാമിയായിട്ട് ഭഗവാൻ അവതാരം എടുത്തു. അത് ഒരു അസുര കുലത്തിലെ ഉള്ള പ്രഹ്ലാദ് മഹാരാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലൂടെ ആ അസുര ഗുണത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മുക്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ശ്രീല പ്രഭുപാദ ലെക്ചറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവതാരം എടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഭക്തന്മാരെ സംരക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഭഗവാന്റെ സ്വധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭഗവാന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇപ്പൊ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ ഇപ്പൊ ഒരു അസുരനെ വധിക്കുകയാണ്, അതും ഒരു തരത്തിൽ മുക്തിയാണ്. അതായത് ആ ഭഗവാന്റെ കാരുണ്യത്തിന് അദ്ദേഹവും പാത്രീഭൂതനാവുകയാണ്. അതിന്റെ കൂടെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അസുരന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഭക്തന്റെ കൂടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാവരെയും ഭഗവാൻ അദ്ദേഹത്തിന്റെ ലീലയിൽ ഉൾപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാ സമയത്തും ഭഗവാനുമായിട്ട് ഡയറക്റ്റ് ചിലപ്പോൾ നമുക്ക് ബന്ധം വയ്ക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വിസ്മൃതിയിലാണ്. നമ്മൾ മറന്നുപോയി. നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്, ജീവേഹ സ്വരൂപ കൃഷ്ണേര നിത്യദാസ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തത്വം നമ്മൾ മറന്നുപോയത് കൊണ്ട് നമുക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഭഗവാനെ
ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, അദ്ദേഹത്തിനെ സേവിക്കുകയാണ് എന്റെ ലക്ഷ്യം, അദ്ദേഹത്തിൽ മാത്രമേ എനിക്ക് ശരണാഗതി അടയാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പല സമയങ്ങളിലും മറന്നു പോകും. അപ്പൊ അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാന് നമ്മളെ സഹായിക്കാറുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഇപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നോക്കും. ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അവരെ സഹായിക്കുക, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. അങ്ങനെ രീതിയിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് ആ ഒരു നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ, അത് നമുക്ക് വേണ്ടപ്പെട്ടെന്ന് തോന്നുന്നു, നമ്മുടെ മതമാത്സര ഈഗോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുപേരായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അവർക്ക് നമ്മളെ പ്രീതിപ്പെടുത്തുന്നവരെ മാത്രം നമ്മളും പ്രീതിപ്പെടുത്തും, ആ രീതിയിൽ അങ്ങനെ ഉള്ളവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ മക്കളാണ്. അത് ഈവൻ മനുഷ്യരായിക്കോട്ടെ, ദേവീദേവന്മാരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ചെറിയ കൃമികീടങ്ങളായിക്കോട്ടെ, 84 ലക്ഷം ജീവഗണങ്ങളും ഭഗവാന്റെ മക്കളാണ്. അപ്പോൾ ഇവരെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു ലക്ഷ്യം. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഭഗവാന്റെ നിത്യധാമത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി ഭഗവാൻ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഒന്ന് ഭഗവാൻ നേരിട്ട് തന്നെ അവതാരം എടുക്കും. പല യുഗാവതാരം, മന്വന്തരാവതാരം, പല പല അവതാരങ്ങൾ എടുത്ത് ഭക്തന്മാരെ ഉയർത്തിക്കൊണ്ടുപോകും. രണ്ടാമതായിട്ട് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഭക്തന്മാരെ, ശുദ്ധ ഭക്തന്മാരെ ഭൗതിക ലോകത്തിലേക്ക് അയക്കും. ഈ കഷ്ടപ്പെടുന്ന ഭൗതിക ലോകത്തില് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ശുദ്ധ ഭക്തന്മാരെ അയച്ച് അവരിലൂടെ നമുക്ക് ഭഗവാനായിട്ടുള്ള ബന്ധത്തെ ഓർമ്മപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിപ്പിച്ച് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഈ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭക്തന്മാര് വന്ന് നമ്മളെ തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ശ്രീല പ്രഭുപാദ്, അദ്ദേഹത്തിന്റെ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഭഗവാന്റെ പ്രതിനിധിയാണ്, ഭഗവാൻ അയച്ചൊരു വ്യക്തിയാണ്. സാധാരണ ഒരാൾക്കാർക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിച്ച് ഇത്രയും വിജയം അല്ലെങ്കിൽ ഒരുപാട് ജീവാത്മാക്കളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വിട്ടുപോയ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൂടെ താമസിക്കുന്നവര്, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ തന്നെ നമുക്ക് പലരെയും ഭഗവാനാണ് പരമദേവത്വ പുരുഷൻ, അല്ലെ ഭഗവാന്റെ നാമം ജപിക്കണം, ഇതാണ് കലിയുഗ ധർമ്മം, ഭഗവത്ഗീത ഭാഗവതം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ സ്വന്തം കൂടെ താമസിക്കുന്നവരെ തന്നെ നമുക്ക് പല പ്രാവശ്യവും പറ്റാറില്ല. നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ഭക്തൻ, അവരെ കൂടെ ഉള്ളവരെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ മക്കള്, ഭാര്യ, ഇവരെയൊന്നും നമുക്ക് ഭക്തിയിലോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ ചെന്നിട്ട് കൃഷ്ണൻ ആരെന്നോ ധർമ്മശാസ്ത്രം എന്താണെന്നോ ഒരു എത്തിക്സും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ മാറ്റി കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിത്വം അല്ല ശ്രീല പ്രഭുപാദ്. അപ്പൊ ആ ശ്രീല പ്രഭുപാദിന് അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ പ്രതിനിധിയാണ്. അത് ശ്രീല പ്രഭുപാദ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുൻ ആചാര്യന്മാര്, നമ്മുടെ ഷഡ്ഗോസ്വാമിമാര്, ഒരുപാട് അതുപോലത്തെ ഭക്തന്മാരെ ഭഗവാൻ സമയാസമയം അയക്കും. അത് ഒന്ന് ഭഗവാൻ സ്വയം അവതരിക്കുന്നു, രണ്ടാമതായിട്ട് ഭഗവാന്റെ ഭക്തന്മാരെ അയച്ച് ഈ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി. അടുത്ത് നമുക്ക് എങ്ങനെ ഭഗവാനായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഇസ്കോണിന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹ ആരാധനയിലൂടെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം നമ്മൾ ഗുരുവായൂർ നോക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അവരെടുക്കുന്ന തപസ്സുകള് ഭഗവാനായിട്ടുള്ള ആ സ്നേഹം കാണിക്കുന്നത് പല രീതിയിലുള്ള തപസ്സിലൂടെയൊക്കെയാണ് ആൾക്കാര്. ഇപ്പൊ സ്വാഭാവികമായിട്ട് രാവിലത്തെ വാകചാർത്ത് കാണണമെങ്കിൽ രാത്രി 12 മണി മുതലേ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഭഗവാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത്രയും ആൾക്കാര് ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള ബന്ധം അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് അവര് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ അതും ഒരു ഗുരുപരമ്പരയിലുള്ള ഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ഗുരുപരമ്പരയിൽ വരുന്ന ആൾക്കാര് ഈ നിത്യം ഭാഗവത സേവ എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ സേവനം, അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ വിഗ്രഹാരാധന, വ്രതങ്ങള്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. അവരൊരു സീസൺ ഭക്തിയല്ല. ഇപ്പോ ഏകാദശിക്ക് മാത്രം അമ്പലത്തിൽ പോവുക,
അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പിറന്നാളിന്റെ അന്ന് മാത്രം പോകുക. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് സാധാരണ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒരു ഗുരുപരമ്പരയിൽ വരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ റെഗുലർ നിത്യമായി, കാരണം ജീവേഹ സ്വരൂപ കൃഷ്ണേര നിത്യദാസ, നമ്മൾ എന്നും ഭഗവാനദാസനാണ്. അല്ലാതെ ചില സമയം നമുക്ക് തോന്നുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതാണ് ഗുരുപരമ്പരയിലെ അംഗങ്ങളും മറ്റുള്ള ആൾക്കാരും തമ്മിലുള്ള, അവർക്ക് ഭക്തിയുണ്ട്, സാധാരണ ആൾക്കാർക്കും ഭക്തിയുണ്ട്. നമ്മുടെ ഡിവോട്ടീസിനും ഇസ്കോൺ ഡിവോട്ടീസിനും അല്ലെങ്കിൽ ആചാര്യ പരമ്പരയിൽ വരുന്നവർക്കും ഭക്തിയുണ്ട്. അതിന്റെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണയുടെ നിത്യദാസനാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ ഭഗവാന്റെ വിഗ്രഹാരാധനയില് നമുക്ക് ആ വിഗ്രഹത്തെ വർഷിപ്പിച്ച് ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ വന്നു, ഭഗവാനെ ദർശനം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഭഗവാന്റെ വിഗ്രഹത്തിൽ തന്നെ ഭഗവാൻ ഇത്രയും സുന്ദരനാണെങ്കിൽ അപ്പൊ ഭഗവാനെ നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഭഗവാൻ എത്രത്തോളം മനോഹരമായി, അല്ലെങ്കിൽ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അപ്പോ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഇത്രയും സന്തോഷം ഭഗവാന് മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ പരമദൈവത്വം കൃഷ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് നമ്മൾ സഹവസിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം കിട്ടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ. അപ്പോ ഭഗവാൻ ഇവിടെ അവതാരം എടുത്ത് മനുഷ്യഗണങ്ങളെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഇടയിലായിക്കോട്ടെ, നീച മൃഗങ്ങളുടെ ഇടയിലായിക്കോട്ടെ, ദേവന്മാരുടെ ഇടയിലായിക്കോട്ടെ, ഇവരെല്ലാവരുടെയും ബോധത്തിനെ അവരുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ സ്വയമായിട്ട് അവതരിച്ചും ഭക്തന്മാരുടെ രൂപത്തില് ഭക്തന്മാരെ അയച്ചും പിന്നെ ഭഗവാന്റെ വിഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. പല പല രീതിയിൽ ഭഗവാനെ സേവിച്ച് നമുക്ക് നമ്മുടെ ബോധത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും കഴിയും. അപ്പൊ ഇതില് അത് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭഗവാന്റെ ലീലകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ലീല ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ ലീലകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനുമായിട്ടൊരു ഓർക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇപ്പം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്. ഇപ്പോ ഒരു ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തൻ ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില സമയങ്ങളിൽ ഈ പറഞ്ഞ കഥ നമ്മൾ ഓർക്കാറുണ്ട്, ഭഗവാനെ കുറിച്ച് പറഞ്ഞ്. അപ്പൊ അതിലൂടെ നമ്മളും ഭഗവാനുമായിട്ട് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് തിരിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതാണ് ഭഗവാന്റെ ലീലകളെ കുറിച്ച്. ഭഗവാൻ എന്തിനാണ് ലീല ഇവിടെ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ ജീവാത്മാക്കൾക്ക് തിരിച്ച് ഭഗവാനുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനത്തെ ലീലകൾ ഇവിടെ നടത്തുന്നത്. അത് പല രീതിയിലുള്ള ലീലകളുണ്ട്, പല ഭാവത്തിൽ ഭഗവാൻ ആ ലീലകൾ നടത്താറുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതിന് നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ആദ്യമായിട്ട് നമ്മുടെ ഗുരുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, ശാസ്ത്രങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. പിന്നെ അടുത്തൊരു പോയിന്റ് ഇത് ഭാവാർത്ഥത്തിൽ പറയുന്നത്, ഭഗവാൻ സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ട്. എല്ലാ സ്ഥലത്തും ഭഗവാനില്ലാത്ത ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മുടെ അറിവില്ല, അജ്ഞത കാരണം നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭഗവാൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോ പല കാര്യങ്ങൾ നമ്മൾ ആരും കാണാതെ ഒളിച്ച് ചെയ്യുന്നുണ്ട്. പല പല തെറ്റുകളായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ആരും അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഭഗവാന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഒന്നും മറക്കൂല. നമുക്ക് ഇന്നലെ ചെയ്ത കാര്യം നമുക്ക് ഇന്നലെ ഈ സമയം ഞാൻ എന്ത് ചെയ്യുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഭഗവാന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മെമ്മറി പവർ ഭയങ്കരമാണ്. ഓരോ ജീവാത്മാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടിക്കണക്കിന് ജീവാത്മാക്കളുണ്ട്. അത് ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ഭാവാർത്ഥത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്യഗ്രഹങ്ങളിലും മറ്റുള്ള പ്രപഞ്ചത്തിൽ മറ്റുള്ള ഗ്രഹങ്ങളിലും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അവിടെ എല്ലാം ജീവാത്മാക്കളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ സൂര്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ജീവാത്മാക്കളുണ്ട്. അവരുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കത്തക്ക വിധത്തിലുള്ള ശരീരമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി കണക്കാക്കിയാണ് നമ്മുടെ ഈ ശരീരം ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭൂഗോളങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജീവാത്മാക്കളുണ്ട്. അവിടെ എല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ എല്ലാം വളരെ സൂക്ഷ്മമായി നോക്കുകയും അതിൽ നിന്ന് എല്ലാ പേരെയും ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ഈ നമ്മുടെ വിവർത്തനത്തിലെ ലാസ്റ്റിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ ഭഗവാൻ വീണ്ടെടുക്കുന്നു. ഇപ്പൊ നേരത്തെ ശ്ലോകത്തിലെ
മൂന്ന് ഗുണങ്ങളെ കുറിച്ച്, സത്വരജോ തമോ ഗുണങ്ങളെ കുറിച്ച് മുൻപത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും നമ്മൾ ഉപരിയായിട്ട് വരണമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഈ ഭഗവത്ധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾക്കും ഉപരി വരണം. അതാണ് ശുദ്ധ സത്വ ഗുണം എന്ന് പറയുന്നത്. ഇപ്പോ എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ട്. ചിലരിലെ ഒരു ഗുണം കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അത് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ചില ഭക്തർ ഭയങ്കര ശാന്തരാണ്, വളരെ സൗമ്യമായിട്ട് സംസാരിക്കും, മറ്റുള്ളവർക്കൊന്നും വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല, നല്ല രീതിയിൽ നല്ലൊരു ബിഹേവിയർ. നമ്മൾ പറയാം ആ പ്രഭുവിനെ കണ്ടുപഠിക്കണം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവരിൽ സത്വഗുണത്തിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ ചില ഡിവോട്ടീസ് ഉണ്ട്, ദേഷ്യം, തൊട്ടേനും പിടിച്ചതിനും ദേഷ്യമാണ്, കുറച്ചു നേരം നന്നായിട്ട് സംസാരിച്ചിരിക്കും, ബാക്കി എന്താ കഴിഞ്ഞാൽ മൊത്തം ബഹളം. അപ്പൊ അവരിൽ രജോ ഗുണത്തിന്റെ അവസ്ഥ കൂടുതലാണ്. പിന്നെ ചില വേറെ ഒരു കാറ്റഗറി ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തണുത്ത മട്ട, ഒരു മട്ടിലാണ്. ചെയ്യാം, ജപിച്ച് സേവനം ചെയ്ത് ഏൽപ്പിച്ച സർവീസ് ചെയ്ത് ഇങ്ങനത്തെ ആ ഒരു ഗുണത്തിലുള്ള ഡിവോട്ടീസ് ഉണ്ട്. പിന്നെ ഈ മൂന്ന് ഗുണങ്ങളും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് സീസൺ പോലെയാണ്. ചില സമയങ്ങളിൽ സത്വഗുണം കൂടുതലായിരിക്കും, ചില സമയങ്ങളിൽ രജോ ഗുണം കൂടുതലായിരിക്കും, തമോ ഗുണത്തിലായിരിക്കും. അപ്പം ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും ഉയർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സേവനത്തില് നമുക്ക് ആനന്ദം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുകയും നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സ്, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ നാമത്തെക്കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുക, വിഗ്രഹാരാധന ചെയ്യുക, ഭഗവാനെ പേഴ്സണലി സേവ ചെയ്യുക, ഭക്തന്മാരെ സേവിക്കുക, സത്സംഗം അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമ്മൾ ഈ മൂന്ന് ഗുണത്തിൽ ഉപരിയായി ശുദ്ധ സത്വഗുണത്തിലേക്ക് വരികയും നമുക്ക് ഭഗവാനായിട്ടുള്ള ആ ബന്ധം നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട്, അതായത് ഭഗവാന്റെ ഒരു പ്ലാനിങ് പ്രകാരമാണ് ഈ എല്ലാ ലോകത്തും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അതിന് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ പരമാത്മാ രൂപേണ ഭഗവാൻ ഉണ്ട്. അതൊക്കെ എല്ലാം കാണുന്നുണ്ട്. അതിലൊരു ഒരു കോട്ടിൽ പറയുന്നുണ്ട്, ഉപദൃഷ്ട അനുമന്ത എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭഗവാൻ ഉപദൃഷ്ട എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാം നോക്കി കാണുന്നുണ്ട്. എല്ലാ ജീവാത്മാക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കി കാണുന്നുണ്ട്. അനുമന്ത, ഭഗവാൻ തന്നെയാണ് ഇതിന് അനുമതിയും തരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ശരി ചെയ്താലും തെറ്റ് ചെയ്താലും അനുമതി തരുന്നത് ഭഗവാനാണ്. പക്ഷെ അത് എങ്ങനെയാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലം അനുസരിച്ചിട്ടാണ് ഭഗവാൻ അനുമതി തരുന്നത്. ചിലരെ കൊണ്ട് ഭഗവാൻ തെറ്റ് ചെയ്യിപ്പിക്കത്തില്ല, ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കത്തേ ഇല്ല. ചിലരെ കൊണ്ട് പെട്ടെന്ന് തെറ്റ് ചെയ്യും. അതിന് കാരണം നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും ഭഗവാൻ അവരെ ഉദ്ധരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ ശുദ്ധ സത്വ ഗുണത്തിലുള്ളവർക്ക് ഭഗവാൻ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ നേരായ വഴി കാട്ടും. അതായത് അവർക്ക് ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രശ്നം വന്നു, നമ്മളൊരു ശുദ്ധ ഭക്തന്റെ അടുത്ത്, നമ്മുടെ ഗുരുമഹാരാജന്റെ അടുത്ത്, അല്ലെങ്കിൽ അതുപോലുള്ള സീനിയർ ഡിവോട്ടീസിന്റെ അടുത്ത് നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ നമ്മളെ വഴി കാട്ടാൻ പറ്റും, അവർക്ക് നമ്മൾ നയിക്കാൻ പറ്റും. കാരണം അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിലവാരം ഉയർന്ന നിലവാരമാണ്. അവരും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം അത്രയും നമ്മളെക്കാട്ടിയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭഗവാൻ തന്നെ പരമാത്മാ രൂപേണ അവരെ നമ്മളെ വഴികാട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ശ്രീല പ്രഭുപാദിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചില ആൾക്കാരെ ശ്രീല പ്രഭുപാദ് കാണുമ്പോൾ തന്നെ ഇവരാണ് അടുത്ത ഡിവോട്ടീസ്, അല്ലെ ഇവരാണ് ടെമ്പിൾ പ്രസിഡന്റ് എന്ന് പ്രഭുപാദ് ഇങ്ങനെ പറയാറുണ്ട്. കാരണം അവർ അത്രയും പ്യൂർ സോളാണ്. അവർക്ക് മനസ്സിലാക്കാൻ, ഭക്തന്മാരെ തിരിച്ചറിയാൻ, അല്ല ജീവാത്മാക്കളെ തിരിച്ചറിയാനുള്ള കഴിവും ഭഗവാൻ കൊടുക്കും. അത് ഭഗവാനാണ് ആ ഭക്തന്മാരുടെ ഉള്ളിലിരുന്ന് വഴികാട്ടുന്നത്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലം ഒരിടത്തും ഇല്ല. ഭഗവാനാണ് എല്ലാ പേരെയും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭഗവാനാണ് എല്ലാത്തിന്റെയും കാരണഭൂതൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാരണം നിത്യം നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. ഭഗവാനെ നമുക്കറിയാലോ, നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഒരു അസസ് ചെയ്യുക, നമുക്ക് എത്രത്തോളം ഭക്തിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആനന്ദം കിട്ടുന്നുണ്ട് ഭഗവാന്റെ നാമജപത്തിലും സേവനത്തിലും, നമുക്ക് എത്രത്തോളം ആനന്ദം കിട്ടുന്നുണ്ട് മനസ്സിലാക്കുക, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ ശ്രീമദ് ഭാഗവതം നോക്കുകയാണെങ്കിൽ ഓരോ ഭക്തന്മാരുടെയും പ്രാർത്ഥനകളാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് അവർ. നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ വായിക്കുക, നമ്മൾ ഭഗവാന്റെ അടുത്ത് നിരന്തരം പ്രാർത്ഥിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എപ്പോഴും സമയം കിട്ടുമോ നമ്മൾ ഭഗവാന്റെ അടുത്ത് സിൻസിയറായി പ്രാർത്ഥിക്കുക. ഭഗവാനെ ഞാൻ ഇന്ന തെറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ഇതിൽ നിന്ന് ഉയർന്നു വരണം. അങ്ങനെ ആ സിൻസിയർ ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുന്ന നിമിഷം നമ്മളെ കൃഷ്ണൻ അതിൽ നിന്ന് ഉയർത്തിടും. അതിനൊരു സംശയവും വേണ്ട. പല സാഹചര്യങ്ങളിലും നമുക്ക് തന്നെ സ്വന്തം പേഴ്സണലി നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് സിൻസിയർ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ അതിൽ നിന്ന് ഉയർത്തിടും. അപ്പൊ ഇതില് ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ പരമദീപത്വ പുരുഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ഒന്ന് ഭക്തന്മാരുടെ അസോസിയേഷൻ വേണം, പിന്നെ നമ്മൾ ശാസ്ത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, ഭഗവാന്റെ ലീലാ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ മാധവാചാര്യ പരമ്പരയിൽ വരുന്ന ഒരു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പുരന്ദരദാസ് എന്ന് പറയുന്ന ഒരു മഹാരാജ്, ഒരു സന്യാസി. പുരന്ദരദാസിന് ഉള്ള ശിഷ്യന്മാർ, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ പുരന്ദരദാസിന്റെ ശിഷ്യനിൽ ഒരാളായിരുന്നു കനകദാസ് എന്ന് പറഞ്ഞിട്ടൊരു ശിഷ്യൻ. അദ്ദേഹം താഴ്ന്ന ഒരു കുലത്തിൽ ജനിച്ച ഒരു ഭക്തനാണ്. ഒരുപാട് അറിവുകളൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഭഗവാനെ കുറിച്ച് പഠിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു ഭക്തനായിരുന്നു കനകദാസ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പുരന്ദരദാസ് പറയും, എല്ലാവർക്കും ഓരോ പഴം കൊടുക്കും. എല്ലാ ശിഷ്യന്മാർക്കും ഓരോ പഴം കൊടുത്തിട്ട് പറയും, ഭഗവാൻ ആരും കാണാത്ത സ്ഥലത്ത്, ഭഗവാനല്ല ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇത് നിങ്ങൾ ഈ പ്രസാദം കഴിക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തിട്ട് ഇങ്ങനെ അയക്കുകയാണ്. അപ്പൊ ശിഷ്യന്മാർ പലരും പല സ്ഥലങ്ങളിലേക്ക് പോയി. ചിലര് ഗുഹയ്ക്കകത്ത് പോയിരുന്ന് കഴിച്ചു, ചിലര് മരത്തിന്റെ ബാക്കിൽ ചെന്നിരുന്ന് കഴിച്ചു, പലരും ആരും കാണാത്ത രീതിയിൽ പലരും കഴിച്ചിട്ട് ഉച്ചയായപ്പോ എല്ലാരും തിരിച്ചു വന്നു. അങ്ങനെ നോക്കുമ്പം ഈ കനകദാസിന്റെ കയ്യിൽ മാത്രം ഈ പഴം തിരിച്ചിരിപ്പുണ്ട്. അപ്പോ ഈ പുരന്ദരദാസ് അദ്ദേഹത്തിനോട് ചോദിക്കും, എന്തുകൊണ്ട് നീ കഴിച്ചില്ല? അങ്ങനെ വരുന്ന സമയത്ത് തന്നെ മറ്റുള്ള ശിഷ്യന്മാരെല്ലാം വഴക്ക് പറയുന്നു, നീ ഇത്രയും ദൂരം നടന്നിരുന്ന് നിനക്ക് കണ്ടില്ല, ആരും കാണാത്ത സ്ഥലമില്ലേ, അവിടെ പോയി ഇരുന്ന് കഴിച്ചൂടെ, ഇവിടെ ഇരുന്ന് കഴിച്ചൂടെ എന്നൊക്കെ പലരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നു. ഈ പുരന്ദരദാസ് വന്ന് ചോദിക്കും, എന്തുകൊണ്ട് നീ ഈ പഴം സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും, ഭഗവാൻ എന്റെ ഉള്ളിലുണ്ട്, ഞാൻ എവിടെ പോയി നോക്കിയാലും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മറ്റുള്ള ആൾക്കാരെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, ഭഗവാനെ നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ, ഈ ഒരു ചെറിയൊരു സ്റ്റോറിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എന്ത് നടന്നാലും അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, അല്ലെ ഭഗവാനാണ് ഇതെല്ലാം നടത്തുന്നത്. ആ നടത്തുന്നതിന് വ്യക്തമായിട്ട് പ്ലാൻ കൃഷ്ണനുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതോ അല്ല ഇവിടെ നടക്കുന്നത്, ഭഗവാന്റെ അധീനതയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് അങ്ങനെ ഭഗവാൻ ചെയ്യാനുള്ള കാരണവും നമ്മൾ ബന്ധത്തെ പുനഃസ്ഥാപിച്ച് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഭഗവാനടുത്ത് നിത്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. എന്റെ ചെറിയ അറിവിൽ ഞാൻ വായിച്ച എനിക്ക് ലെക്ചർ കേട്ടതനുസരിച്ച് ഞാൻ സംസാരിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ഭക്തന്മാർ ക്ഷമിക്കുക. എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഭക്തന്മാർക്ക് ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കെ ജയ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ദ വേ യു എക്സ്പ്ലെയിൻഡ്. ഇങ്ങനെ പഴം എടുത്തിട്ട് പോവുക, അതിനുശേഷം കുട്ടികൾ പോയി നോക്കിയ ശേഷം സ്വയം അറിയുന്നത്, തിരിച്ചറിയുക, അവനവനെ തന്നെ തിരിച്ചറിയുക, അതിലുണ്ടായ അത് നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കും. Thank you so much for a reminder, for a recollection, for giving a very beautiful way you are given with a small example you made everyone to understand. Thanks a lot. Hare Krishna. Thank you, Mother. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം. നല്ല ക്ലാസ്, വളരെ മനോഹരമായ ക്ലാസ്. ഇത്രയും നല്ല ക്ലാസ് എടുക്കുന്ന ആള് റെഗുലർ ആയിട്ട് ഡേറ്റ് തരണം ക്ലാസ്സിന്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ചക്രപ്രഭു പാണ്ഡുരംഗനെ പിടിച്ചിരിക്കുകയാണ്, താങ്കൾ ഉടുപ്പി ഭഗവാനെയും പിടിച്ചിരിക്കുകയാണ്. വന്നാലും ദയവായി മുന്നോട്ട് വന്നാലും, നല്ല ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നാൽ. ഹരേ കൃഷ്ണ. തീർച്ചയായും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആണ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു മറ്റേ ശ്ലോകം ഏതായിരുന്നു പ്രഭു? ഭഗവാൻ എന്തും എല്ലാം കാണുന്നുണ്ട്, അത് ഏതായിരുന്നു ശ്ലോകം? ഉപദൃഷ്ട അനുമന്ത എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വരിയെ പറഞ്ഞിട്ടുള്ള ശ്രീലപ്രഭുപാദ്. ഉപദൃഷ്ട അനുമന്ത ഭാഗവത ശ്ലോകമാണോ പ്രഭു? അതെ അതെ. Bhagavad Gita 13:23.
ഹരേ കൃഷ്ണ മാതാജി ഒന്നുകൂടെ പറയാവോ? ഭഗവത്ഗീതയിലെ 13:23. ഓക്കെ, താങ്ക് യു മാതാജി. 13. ഓക്കെ. ഹരേ കൃഷ്ണ. പരമാനന്ദ പ്രഭുവിന്റെ ക്ലാസ് എന്നാണ്? അടുത്ത ശനിയാഴ്ച ബ്രോ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു കടുകട്ടി ശ്ലോകമാണ്. ഓക്കെ പ്രഭു, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ദർശനം ഉണ്ടോ ബ്രോ? ദർശനം എടുക്കാം ബ്രോ. जय श्री श्री जगन्नाथ बलदेव सुभद्रा में महासुदर्शन चक्र की जय। गौरनिताय की जय। ओके, हरे कृष्णा। हरे